ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഏത് പ്രോബ്ലമാണ് എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നത്, അതായത് ആ ഒരു പ്രോബ്ലം അവസാനിക്കാൻ പോവുകയാണ്, അവസാന ഘട്ടത്തിലെത്തിയിരിക്കണം അതിൻ്റെ. അപ്പോൾ അത് ഏത് പ്രോബ്ലമാണെന്ന് നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം. ഏത് വ്യക്തിയുടെ മുന്നിലാണോ പുതിയ പുതിയ വെല്ലുവിളികൾ വരുന്നത്, ആ ഒരു വ്യക്തിക്ക് ആദ്യം മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും ഇതെന്താ എൻ്റെ മുന്നിൽ ഇങ്ങനെ വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ പുതിയ പുതിയ പ്രോബ്ലങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിച്ച ആ ഒരു പ്രോബ്ലത്തിൽ നിന്നെല്ലാം ഒരു നല്ല ഒരു എക്സ്പീരിയൻസ്, ഒരു പാഠം നിങ്ങൾ പഠിച്ചു. ഇവിടെ ഈ ഒരു പ്രോബ്ലം നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചു, പക്ഷേ ഈ ഒരു പ്രോബ്ലം നിങ്ങളെ അവേക്കനിങ് ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു പുതിയ പാഠം പഠിക്കാൻ സാധിച്ചു. ഒരു അവേക്കനിങ്ങിൽ നിന്ന് നിങ്ങൾ ആ ഒരു അവേക്കനിങ് കഴിഞ്ഞ് പുറത്തു വന്നു. ഇവിടെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സോൾവ് ചെയ്യാൻ അറിയാം. കാരണം പല പല പ്രോബ്ലംസ് ഫേസ് ചെയ്ത് നിങ്ങളൊരു പാഠം പഠിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫേസ് ചെയ്യാനും അതിൻ്റെ ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് പുറത്തു വരും. ഇവിടെ ഈ ഒരു ഒറ്റ പ്രോബ്ലം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം വളരെ പോസിറ്റീവായി, നിങ്ങളുടെ ഉള്ളിൽ പല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസും വന്നു. നിങ്ങൾ അവേക്കനിങ്ങിലൂടെ കടന്നുപോയി. നിങ്ങളുടെ ആ ഒരു ചക്രാസും ബാലൻസിൽ വന്നു. ഇവിടെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്തതിലൂടെ നിങ്ങളുടെ ആ ഒരു ചക്രാസ് ബാലൻസിൽ വന്നു. അതായത് നിങ്ങൾക്ക് അവേക്കനിങ് എന്താണ്, സ്പിരിച്വൽ ജേണി എന്താണ്, ചക്രാസ് ബാലൻസ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്തതിലൂടെ ഇതെല്ലാം സംഭവിച്ചു. ഈ ഒരു പ്രോബ്ലം ചിലപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്തത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ടിരുന്നാൽ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വന്നേ പറ്റത്തുള്ളൂ, അതിനുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്നു. നിങ്ങളുടെ ഫ്രണ്ടിൽ എപ്പോഴും ഏഞ്ചൽസ് നമ്പർ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ആദ്യം നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്തില്ല, പിന്നെ നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ആ നമ്പർ ഏതാണ്, അതിൻ്റെ സൈൻ എന്താണ് എന്നൊക്കെ നിങ്ങൾ നോക്കാൻ തുടങ്ങി. ചുമ്മാ ഇരുന്നപ്പോൾ നിങ്ങളുടെ മുന്നിൽ ടാരോ റീഡിംഗ് വന്നു. ആ ഒരു റീഡിംഗ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്തു. നിങ്ങൾ അതിലോട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവിത സാഹചര്യവുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഓരോ നമ്പേഴ്സും ടാരോ റീഡർ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ ഒരു നമ്പേഴ്സ് ഞാനുമായിട്ട് മാച്ച് ചെയ്യുന്നു, ഞാൻ ഈ ഒരു നമ്പർ കാണാൻ തുടങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പ്രോബ്ലം എന്താണോ അത് നിങ്ങളെ അവേക്കനിങ്ങിലും ചെയ്തു, സ്പിരിച്വാലിറ്റിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു പ്രോബ്ലം ഫേസ് ചെയ്ത സമയത്താണ് നിങ്ങളുടെ ആ ഒരു പുതിയ ജേണി സ്റ്റാർട്ടായത്. അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ജേണി. കൂടുതലായിട്ടും ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ആത്മീയമായിട്ട് ഒരു ഭഗവാനോട് അടുപ്പം തോന്നി, ഒരു ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ യൂണിവേഴ്സിനുമായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു തോട്ട്സ് വന്ന് നിങ്ങൾ അങ്ങനെ പോയി. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങളുടെ ആ ഒരു പാറ്റേൺ പോലും ചേഞ്ച് ആയിന്ന്? മുന്നേ ഉള്ള ആളാണോ നിങ്ങളിപ്പോൾ? കാരണം പല പ്രോബ്ലംസും നമ്മളെ ഒരു ലെസൺ പഠിപ്പിക്കാനാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലമാണോ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോബ്ലം ഉറപ്പായിട്ടും ഉടനെ തന്നെ അവസാനിക്കുന്നതാണ്. ഇവിടെ സഡൻ ആയിട്ടായിരിക്കും ഈ ഒരു പ്രോബ്ലം അവസാനിക്കുന്നത്. ഈ പ്രോബ്ലം എങ്ങനെ അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല, അങ്ങനെയായിരിക്കും അവസാനിക്കുന്നത്. ഈ പ്രോബ്ലത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അവേക്കനിങ് ചെയ്യുക. അവേക്കനിങ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം അവസാനിക്കും. ഇവിടെ ഈ ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ടാവാൻ തുടങ്ങിയപ്പോൾ നമ്പർ 4 നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ 4 ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. 4 എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച് മനസ്സ് അസ്ഥിരമായിട്ടിരിക്കുന്ന, സ്ഥിരത ഇല്ലാതെ അസ്ഥിരമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ ഏകാഗ്രത ഇല്ലാതാക്കുക, ഇതെല്ലാം ആ ഒരു പ്രോബ്ലം ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ചതാണ്. 4 ആ ഒരു എനർജി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുക സ്പിരിച്വൽ പാത്തിൽ പോകാനുള്ള ഉചിതമായ സമയമായിരിക്കുകയാണ്, ദൈവം നിങ്ങൾ അതിലോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ 4 എപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം നിങ്ങളുടെ ലൈഫിലെ സംഘർഷങ്ങൾ കൂടുതലായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ചുമ്മാ ഇരുന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് അത് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ പല പ്രോബ്ലംസും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് ആണെന്ന് എനിക്കറിയാം. ആ ഒരു പ്രോബ്ലംസ് ആലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രോബ്ലംസ് വിചാരിച്ച് ഓവർ തിങ്കിങ് ചെയ്യരുത് എന്നാണ്. അതായത് എനിക്ക് ഈ ഒരു പ്രോബ്ലം എപ്പോൾ അവസാനിക്കും എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുകയാണ്, അത് വേണ്ട എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പേടിയും ഉണ്ട്, ആ ഒരു പേടിയും മാറ്റുക.
ഇവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങളെ മുന്നോട്ട് പോകാൻ വേണ്ടി ഉറപ്പായിട്ടും അവസരം തരും. നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി പാസ്റ്റിലോട്ട്, അതായത് പിറകിലോട്ട് നിങ്ങളുടെ ആ ഒരു കാൽവയ്പ് ഉണ്ടാവത്തില്ല. ഇനി മുന്നോട്ടാണ് നിങ്ങളുടെ കാൽവയ്പ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ എന്തായാലും ഒരു പ്രോബ്ലം അത് അവസാനിക്കാൻ വേണ്ടിയുള്ള അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഉള്ള ആ ഒരു സാഹചര്യം, നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണോ ഇപ്പോൾ ജീവിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ വരുമെന്ന്. അതായത് ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫർമേഷൻ ഈ രീതിയിൽ സംഭവിച്ച അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്. ഇവിടെ സ്പിരിച്വൽ ജേർണിയിലാണെന്ന് പറയാൻ കാരണം നമ്പർ 753 ഈ 3 നമ്പറും നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അതായത് 5ലോ 7ലോ 3ലോ ഒക്കെ ജനിച്ച ആളായിരിക്കാം നിങ്ങൾ. മൂലാംഗം അല്ലെങ്കിൽ ലക്കി നമ്പർ ഇതായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു നമ്പർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ചില ആൾക്കാർ, ചില സാഹചര്യങ്ങൾ, ചില സ്ഥിതികൾ, ഇതെല്ലാം നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷന് കാരണമാകുന്നു. ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും, നിങ്ങൾക്കൊരിക്കലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചത്. കാരണം നിങ്ങളുടെ ജേണി വേറൊരു ജേണിയാണ്, മറ്റുള്ളവരെ പോലുള്ള ജേണിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അനുഭവിക്കേണ്ടി വന്നത്. നിങ്ങൾ എത്രത്തോളം ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. അത്രത്തോളം സമയം നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഓവർ തിങ്കിങ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരരുത്. എന്ത് മോശം സാഹചര്യമായാലും പ്രോബ്ലം ആയാലും അത് ഉറപ്പായിട്ട് ഉടനെ അവസാനിക്കും എന്ന് ചിന്തിക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങൾ കൂടി വരികയാണ്. ഈ ഒരു സംഘർഷങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് നിങ്ങൾക്ക് ഭയങ്കര വിഷമാകുന്നത്. ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തിൽ വിഘ്നം വരുന്നു. ചില കാര്യങ്ങൾ പോസ്റ്റ്പോണ്ട് ആകുന്നു. ചില കാര്യങ്ങൾക്ക് ആരോ തടസ്സം നിന്ന് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. ചിലതിന് താമസം ഉണ്ടാകുന്നു. അപ്പോൾ എന്തായാലും ഡീലായാലും കാര്യമായാലും എന്തായാലും ഇതൊക്കെ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ ഒരു സമയത്തെ വെറുതെ വേസ്റ്റ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ വരാൻ പാടില്ല എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിനാണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ. ആ പ്രാർത്ഥനയിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രോബ്ലത്തിന് ചേഞ്ചസ് ഉണ്ടാകും. കാരണം നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രോബ്ലം എങ്ങനെ അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിൽ ദൈവം ആ ഒരു പ്രോബ്ലത്തെ അവസാനിപ്പിക്കും. ഇവിടെ ഒരു ദിവസം നിങ്ങളുടെ പ്രോബ്ലം പോസ്റ്റ്പോണ്ട് ആയിപ്പോയി. പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും അവസാനിക്കും. ഇവിടെ രാഹു കേതുവിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ പ്രോബ്ലങ്ങളിൽ ഇങ്ങനെ വിഘ്നം വരാനുള്ള ആ ഒരു ഇതായിട്ട് ഇവിടെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്കും അത് തോന്നാറുണ്ട്, ചില സമയത്ത് ദൈവം എന്നെ രക്ഷിക്കുന്നുണ്ട് എന്ന്. നിങ്ങളുടെ എന്തോ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു മോചനം ഉടനെ തന്നെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അത് ചിലപ്പോൾ മരിച്ച ആൾക്കാരായിരിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണ് ഉള്ളത്. എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്ന ആ ഒരു കാര്യം തന്നെ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ എല്ലാ കുറവുകളും ഇല്ലാതാക്കണം. അതാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്വപ്നത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരെ കാണുന്നുണ്ട്. ആ ഒരു സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുമുണ്ട്. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലായതുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് മാത്രം വിചാരിക്കുക. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്വപ്നം കാണുന്നതിൽ കുറച്ച് കുറവുണ്ടാകും. ഇവിടെ നമ്മുടെ പോസിറ്റിവിറ്റി കൂടുമ്പോഴാണ് നമ്മളിങ്ങനെ മോശം സ്വപ്നങ്ങൾ കാണാതിരിക്കുന്നത്. നെഗറ്റിവിറ്റി കൂടുമ്പോഴാണ് ഇങ്ങനത്തെ മോശം സ്വപ്നങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കാമോ അത്രത്തോളം പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്ത് മോശം സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരോടും പറയാതെ നിങ്ങൾ അത് ദൈവത്തിനോട് പറയുക. ദൈവത്തിനോട് പറഞ്ഞിട്ട് സറണ്ടർ ചെയ്യുക. ഇതാണ് എൻ്റെ പ്രശ്നം ദൈവമേ, ഇതിലൊരു പരിഹാരം എനിക്ക് വേണം. എനിക്കിനി ഇങ്ങനെ മോശം സ്വപ്നം കാണാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇനി എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ മോശമായിട്ടുള്ള ആൾക്കാർ വരരുത് എന്ന് നിങ്ങൾ പറയുക. സറണ്ടർ മോഡിൽ ഇരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ദൈവം അതിനുള്ള പ്രതിവിധി ഉണ്ടാക്കും.
ഇവിടെ ഇങ്ങനെയുള്ള സ്വപ്നത്തിൽ നിന്ന് മുക്തി നേടാൻ ഹനുമാൻ ചാലീസ മന്ത്രം സന്ധ്യയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ ചാലീസ നിങ്ങൾ വായിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ പേടിയും നിങ്ങളുടെ ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടിയും എല്ലാം അവസാനിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് നെഗറ്റിവിറ്റി ദൂരെ മാറി നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്ന് മുന്നേയുള്ള റീഡിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ 2 പ്രോബ്ലങ്ങൾ ഒരുമിച്ച് അവസാനിക്കുമെന്ന്. അതേപോലെ ഇപ്പോഴും വന്നൊക്കെയാണ് ഒരു പ്രാവശ്യം നിങ്ങളുടെ 2 പ്രോബ്ലം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പരുന്തിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുക നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത കുറഞ്ഞുകൊണ്ടിരിക്കണം, അത് കൂട്ടുവാനാണ് കാണിക്കുന്ന ഈ ഒരു സൈന്. നിങ്ങൾ കാണത്തില്ല ചില സമയം പരുന്തൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അവരെ കാക്ക കൊത്തുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ കാക്ക കൊത്തുമ്പോൾ അതെന്ത് ചെയ്യും? കൂടുതൽ ഉയരത്തിൽ പറക്കുമ്പോൾ കാക്കയ്ക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റില്ല. അപ്പോൾ കാക്ക കൊത്തുന്നത് നിർത്തിയിട്ടും പോകും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത എന്താണോ അതിനെ നിങ്ങൾ നല്ല രീതിയിൽ വയ്ക്കുക. ഒരിടത്തും നിങ്ങളുടെ ഏകാഗ്രത ഇല്ലാതാവാൻ പാടില്ല. ഇവിടെ ചില പ്രോബ്ലംസ് ഇങ്ങനെയാണ്, ദൈവം സ്വയം ആ ഒരു പ്രോബ്ലം അവസാനിപ്പിക്കും. ചില പ്രോബ്ലംസ് ഇങ്ങനെയാണ്, നിങ്ങളെ അവേക്കനിങ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം അവസാനിക്കും. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 പ്രശ്നങ്ങൾ ഒരുമിച്ച് ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. ഈ 2 പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഇരിക്കുകയാണ്. ആ ഒരു പ്രോബ്ലംസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവസാനിക്കുന്നതാണ്. അത് അവസാനിക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. ചില ആൾക്കാർ കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ചില ആൾക്കാരെ നിങ്ങൾ നോട്ടീസ് ചെയ്യും, അവരുടെ ആ ഒരു ലൈഫും നിങ്ങളുടെ ലൈഫും താരതമ്യം ചെയ്യും. ദൈവമേ, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ലൈഫ് കിട്ടിയത് എന്നപ്പോൾ നിങ്ങൾ ഭഗവാനോട് ചോദിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകാൻ വേണ്ടി പല ആൾക്കാരും കാരണക്കാരായി വന്നിട്ടുണ്ട്. ചില ആൾക്കാർ നിങ്ങളുടെ ആ ഒരു പരിശുദ്ധത, നിങ്ങളുടെ പവിത്രമായ ശുദ്ധമായിട്ടുള്ള സ്വഭാവം, നിങ്ങളുടെ ആ ഒരു സത്യസന്ധത ഇതിനെയെല്ലാം മിസ്യൂസ് ചെയ്തു. അതായത് ചില കാര്യങ്ങൾ നിങ്ങളോട് വളരെ മോശമായിട്ട് പറയുക അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന്. നിങ്ങളുടെ ആ ഒരു ശുദ്ധമായിട്ടുള്ള മനസ്സിനെ എങ്ങനെയെങ്കിലും കുഴപ്പിക്കാൻ നോക്കും ഇവർ. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു തീനാളം പോലെയാണ് മറ്റുള്ളവരുടെ നേരെ വർക്ക് ചെയ്യുന്ന. ആ രീതിയിലാണ് ഇവരുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പവർ. അതായത് ഈ ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞ് വഴക്കിടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പിന്നെ തകർന്നു പോകും. ആ രീതിയിലായിരിക്കും ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഓവർ തിങ്കിങ്ങിൽ ഇങ്ങനെ ഇരിക്കണം നിങ്ങൾ. ഇവരെന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയും, അത് ചിന്തിച്ച് നിങ്ങൾ ഇരുന്ന് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ഇവർ മനഃപൂർവ്വമായിട്ട് പല കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളോട് സംസാരിച്ചിരുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളോട് പറയണം എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തി നിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ നിങ്ങളാണെങ്കിലോ ഈ ഒരു കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും, ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് വിജയിക്കാൻ സാധിച്ചു. നിങ്ങളുടെ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് ഇവരുടെ ആ ഒരു പ്ലാനിങ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. റീസൺ ഒന്നും തരാതെ ഈ രീതിയിൽ നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഇങ്ങനെ ഓവർ തിങ്കിങ്ങിൽ ഇരിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്ലാനിങ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനി എന്ത് ഇവർ സംസാരിച്ചാലും എന്ത് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കാനോ ഒന്നിനും പോകരുത്. കാരണം ഇവരുടെ പ്ലാനിങ് ആണ്, ഷഡ്യന്ത്രമാണ് നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ കരിയറിലോ ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഇവരുടെ ഒരു പ്ലാനിങ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഇതേപോലെ ആരെങ്കിലും ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്, ഓവർ തിങ്കിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കി അവരുടെ ആ ഒരു ഷഡ്യന്ത്രത്തിൽ വീണു പോവാതെ ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നത് നിർത്തുക. നിങ്ങൾ ചില കാര്യങ്ങളിൽ നമുക്ക് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകേണ്ട വളരെ വലിയ അത്യാവശ്യമാണ്. ആ ഒരു കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. കാരണം ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല, നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലായി, ഇനി ലെറ്റ് ഗോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ ആര് നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചാലും വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും കഠോരമായ വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെയോ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, നിങ്ങൾ അതെല്ലാം ലെറ്റ് ഗോ ചെയ്യുക. അത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ എല്ലാ കാര്യവും നമ്മൾ ഈശ്വരന് സറണ്ടർ ചെയ്യുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഈശ്വരന് സറണ്ടർ ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ട് എങ്കിൽ അത് നല്ല കാര്യമാണ്. ഇനി ഇവരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് എങ്കിൽ അപ്പോഴും നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നല്ലത് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ ചില ആൾക്കാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതാണ്, ചില ആൾക്കാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു യാത്രയുടെ ഭാഗമാണ്.
നമ്മുടെ ഊർജ്ജ അവേക്കനിങ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വ്യക്തികൾ കാരണമാകുന്നു എന്ന് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇങ്ങനെ വ്യക്തികൾ കാരണമാകുമ്പോഴാണ് നമുക്ക് അവേക്കനിങ് ഉണ്ടാകുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഒരു എന്താ പറയുക, എന്ത് സാഹചര്യം വന്നാലും അതിനെ സീരിയസ് ആയിട്ട് എടുക്കരുത്. അതായത് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്, ടെൻഷൻ അങ്ങനെ ഒന്നും എടുക്കാതെ, സീരിയസ് ആയിട്ട് എടുക്കാതെ ഒന്ന് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ പ്രോബ്ലം വന്നാലും ലൈഫിൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവത്തില്ല, ടെൻഷൻ ഉണ്ടാവത്തില്ല. ഇവിടെ എനിക്കറിയാം, ഞാൻ വളരെ എളുപ്പത്തിൽ പറയുന്നു. ആർക്കൊക്കെയാണോ അത് ഫേസ് ചെയ്ത് അവർക്കറിയാം എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവർ ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്ത് പുറത്ത് വന്നതെന്ന്. പറയാൻ എളുപ്പമാണ്, എനിക്കറിയാം. പക്ഷേ നിങ്ങളെ കുറച്ചും കൂടെ ശക്തരാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതായത് നമ്മുടെ മുന്നിൽ എത്ര പ്രോബ്ലം വന്നാലും നമ്മൾ അതിനെ ഒന്നും വലിയ ഒരു പ്രോബ്ലമായി കാണാതെ സില്ലി മാറ്റർ എന്നുള്ള രീതിയിൽ കണ്ട് മുന്നോട്ട് പോവുക എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. നമ്മളെപ്പോഴും ഒരു വ്യക്തി നമ്മളെ എത്രത്തോളം വിഷമിപ്പിക്കുമോ അത്രത്തോളം നമ്മൾ ശക്തരാവണം. അല്ലാതെ അവർ വിഷമിപ്പിക്കുമ്പോൾ അവിടെ കിടന്ന് കരഞ്ഞ് എനിക്ക് വയ്യ, ഇങ്ങനെ വിഷമിപ്പിക്കരുത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു, അപ്പോഴൊക്കെ നമ്മൾ അവരുടെ പറയുന്നത് കേട്ട് തകർന്നു പോയാലോ പരാജയപ്പെട്ടു പോയാലോ അവിടെ ആർക്കാണ് കുഴപ്പം? നമുക്കാണ് കുഴപ്പം. മറിച്ച് അവർ എന്ത് തന്നെ ചെയ്താലും നമുക്കതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ ശക്തമായിട്ട് നിന്നാൽ തകർക്കാൻ വന്ന വ്യക്തി തോറ്റു പോകും. കാരണം ഞാൻ ഇത്രമാത്രം ചെയ്തിട്ട് ഇവർക്ക് ഇത്ര ഇതോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ട് ഇവർക്ക് ഒരു പ്രയോജനം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവർ തോൽവി സമ്മതിക്കും. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. എത്ര മോശം സാഹചര്യമായാലും, എത്ര പരാജയങ്ങൾ നേരിട്ടവരായാലും നമ്മുടെ ആ ഒരു മുഖത്ത് ആ ഒരു ചിരി എപ്പോഴും ഉണ്ടാവണം. ആരുടെ മുന്നിലും നമ്മൾ വിഷമിച്ച് തലകുനിച്ച് നിൽക്കാൻ പാടില്ല. എല്ലായിടത്തും തല ഉയർത്തി തന്നെ നിൽക്കണം. കാരണം നിങ്ങളെന്തിനു പേടിക്കണം? നിങ്ങളെ കൂടെ ദൈവമുണ്ട്. പിന്നെ എന്തിനു പേടിക്കണം? നിങ്ങളെ സപ്പോർട്ടായിട്ട് ദൈവമുണ്ട്. ആദ്യം ദൈവമാണ് നിങ്ങളുടെ മുന്നിൽ പോകുന്നത്, അതിന് പിറകെയാണ് നിങ്ങൾ പോകുന്നത്. അതാണ് ദൈവം നിങ്ങളെ വഴി നടത്തിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? ഒരിടത്തും നിങ്ങൾ താന്നു കൊടുക്കരുത്. ശക്തരായിട്ട് തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾ. ഇവിടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഒരു പാഠം പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാരണം വീണ്ടും ഒരു പാറ്റേൺ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ആ ഒരു പാഠം നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു വ്യക്തി നമ്മളെ ചതിച്ചു എന്ന് മനസ്സിലായി പിന്നെ നമ്മൾ ആ വ്യക്തിയോട് കൂട്ടുവയ്ക്കുമോ? ഒരു ഡിസ്റ്റൻസ് വയ്ക്കത്തില്ലേ? ഇല്ലെങ്കിൽ വീണ്ടും ആ ഒരു വ്യക്തി നമ്മളെ ചതിക്കത്തില്ലേ? അങ്ങനെ ചതിക്കുമ്പോൾ വീണ്ടും ഒരു പാറ്റേൺ നമ്മൾ അനുഭവിക്കുകയല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഒരു പാഠം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ആ വഴി കൂടെ പോവത്തില്ല. ടീച്ചർ എല്ലായിടത്തും ചോദിക്കത്തില്ല ആ ലെസൺ എല്ലാവർക്കും മനസ്സിലായോ എന്ന്. അതേപോലെ ഭഗവാൻ നിങ്ങൾക്ക് ഓരോ ലെസൺ പഠിപ്പിച്ച് തരുന്നതാണ്. ഇവിടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് പുതിയ ഒരു ചിന്ത നിങ്ങൾക്കുള്ളിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലൈഫ് റിലേറ്റഡ് ആയിട്ട് നല്ല ഒരു ദൃഷ്ടികോൺ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും പേടി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ്, അതായത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ. ഇവിടെ നിങ്ങളിപ്പോൾ അവെയറായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ധർമ്മസങ്കടം ആ ഒരു സ്ഥിതിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ. അതായത് എപ്പോഴും വിഷമിച്ച് ഇങ്ങനെ ധർമ്മസങ്കടത്തിരിക്കുന്ന ആ ഒരു സ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളത് നിങ്ങളുടേത്. ഇവിടെ ഈ ഒരു സ്ഥിതി ആണ് ഇപ്പോൾ നിങ്ങളുടേത്. അതായത് നിങ്ങളിപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ വലിയൊരു മോശം സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോകേണ്ടി വരും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ നിങ്ങളുടേത്. 888 ആ ഒരു എനർജി പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സ്ഥിതിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരത്തില്ല എന്നാണ്. ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അവിടെ നിങ്ങൾക്കൊരു വിക്ടറി ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ശിവശക്തിയുടെ ആശീർവാദം, കൃഷ്ണ ഭഗവാന്റെ ആശീർവാദം നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു നിഴൽ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതായത് നിങ്ങൾ എവിടെ പോയാലും ആ ഒരു നിഴൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഒരിക്കലും ത്യാഗം ചെയ്യേണ്ടി വരത്തില്ല. ആർക്കും നിങ്ങളെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് എത്രത്തോളം ദുഃഖം നിങ്ങൾ സഹിക്കാൻ പറ്റുമോ അത്രത്തോളം ദുഃഖം നിങ്ങൾ സഹിച്ചു. ഇനി നിങ്ങൾക്ക് സന്തോഷമാണ് ഉള്ളത്. ഇവിടെ ദൈവം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ സ്വാർത്ഥരല്ല, നിങ്ങൾ കർമ്മത്തിൽ കൂടുതൽ വിശ്വസിച്ച് നിങ്ങളുടെ നല്ല കർമ്മം ചെയ്തു. ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ചില വേദനകളുണ്ട്, അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നല്ലതാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വേദനകളെല്ലാം ലെറ്റ് ഗോ ചെയ്യുക. ഇവിടെ നിങ്ങളിപ്പോൾ ഉള്ള ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, പക്ഷേ നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് നിങ്ങളെ പിറകോട്ട് വലിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓവർ തിങ്കിങ് എന്താണോ അതിനെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോവുക.
ഇവിടെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, അതിനെ ഇനി ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകണോ അതോ പിറകിലോട്ട് പോകണോ, നിങ്ങൾ ആദ്യം ചിന്തിക്കുക. ഇവിടെ ചില ആൾക്കാരോട് നിങ്ങൾ ബന്ധം വച്ചത് കാരണം ഇങ്ങനെയുള്ള ആ ഒരു ട്രാൻസ്ഫർമേഷനിൽ കൂടെ, അതായത് വളരെ മോശമായിട്ടുള്ള ട്രാൻസ്ഫർമേഷനിൽ കൂടെ നിങ്ങൾ കടന്നുപോയി. ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഇവർ ഇനി എത്ര തന്നെ എന്തൊക്കെ പ്ലാനിങ് ചെയ്താലും എന്തൊക്കെ ഷഡ്യന്ത്രങ്ങൾ ചെയ്താലും നിങ്ങളെ തകർക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ ശക്തി നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്താണോ അത് വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതാണ്. ഇനി ഒരു നെഗറ്റീവ് പവറിനും നിങ്ങളെ തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രോബ്ലം അവസാനിക്കാൻ പോകുകയാണ്, ഇല്ലെങ്കിൽ ലാസ്റ്റ് ഘട്ടത്തിൽ തന്നെയാണ് ആ ഒരു പ്രോബ്ലം ഉള്ളത്. നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു സമയമാകുമ്പോൾ 299 അല്ലെങ്കിൽ 1111 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഫിനാൻഷ്യൽ ആണോ, ജോബ് റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണോ, എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രോബ്ലം, ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുക ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുകയാണ് എന്ന്. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, സ്വന്തം ഊർജത്തെ ബാലൻസ് ആക്കി വെക്കാൻ ശ്രമിക്കുക. എപ്പോഴും കൂടുതലായിട്ടും സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ഹീലിംഗ്, അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസും പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. ഇവിടെ ഗൈഡൻസ് പറയുന്നത് വെള്ളം ധാരാളം കുടിക്കാനാണ്. വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കുക. ആർക്കേഞ്ചൽ ഗബ്രിയലിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. ഇവിടെ വാച്ചിൽ 10 ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം നിങ്ങളുടെ പ്രോബ്ലം അവസാനിക്കാൻ പോവുകയാണ് എന്ന്. ക്യാഷ് റിലേറ്റഡ് ആയിട്ട്, കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ അല്ല. ഇവിടെ നിങ്ങൾ 313 ഈ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി, അതായത് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ അല്ല എങ്കിൽ ഈ ഒരു സ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നപ്പോഴാണ് ഈ ഒരു നമ്പർ കാണുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കൃപ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മേൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്യാഷ് ഇല്ലാത്തതാണ് നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഉറപ്പായിട്ടും ഉണ്ടാകും. ജോബ് ഇല്ലാത്തവർക്ക് ജോബ് കിട്ടും, ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും. കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സ്ഥിതി വന്നതാണ്, പക്ഷേ അത് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. അതിലൊരു മാറ്റമുണ്ട്. നിങ്ങൾ വിഷമിക്കരുത് ഒരിക്കലും. ഇവിടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ സ്ഥിതി വളരെ മോശമാണ് എന്ന് ഇപ്പോഴത്തെ, പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കും, ഒരിക്കലും അല്ല. നിങ്ങളുടെ സ്ഥിതിയിൽ മാറ്റമുണ്ടാകും, നല്ല ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾ പോകും. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി എന്താണോ ആ ഒരു സ്ഥിതിയെ മാറ്റാൻ കഴിവുള്ള ആളാണ് നിങ്ങൾ. ഇവിടെ ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയെ മാറ്റുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ക്യാഷ് ഉണ്ടാവും ഇനി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി ടെൻഷനും പോകും. കാരണം കയ്യിൽ ക്യാഷ് ഇല്ലാത്ത കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ മോശം അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടോ അതെല്ലാം നശിപ്പിക്കുന്ന ആർക്കേഞ്ചൽ മൈക്കിളാണ്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളെ ആരുടെ മുന്നിലും കോംപ്രമൈസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. കൂടാതെ നിങ്ങളുടെ ട്രാൻസ്ഫർമേഷനിലും ഈ ഒരു ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് ഒരു പീഡയും വരാതിരിക്കാൻ വേണ്ടി. എൻസൈറ്റിയിൽ നിങ്ങൾ പുറത്ത് വന്നേ പറ്റൂ. ഓവർ തിങ്കിങ് ചെയ്യുന്ന നിർത്തുക നിങ്ങൾ. ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേലും ആർക്കേഞ്ചൽ മൈക്കിളും നിങ്ങളുടെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അതിലൊരു മാറ്റം ഉറപ്പായിട്ടും കൊണ്ടുവരും. ഇപ്പോൾ ക്യാഷാണ് നിങ്ങളുടെ അത്യാവശ്യ കാര്യമെങ്കിൽ അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഈ 2 ഏഞ്ചൽസും കൂടെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളായാലും അതെല്ലാം അവസാനിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന റീഡിങ്ങിൽ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും യൂണിവേഴ്സിന് നന്ദി പറയുക. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, എൻ്റെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തന്നതിന്. അങ്ങയുടെ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ വേണം, അനന്തകാലം എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.